ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഷ്ണവീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചപ്പയർ മെഴുക്ക് വരട്ടിയാണ്. അതിനുവേണ്ടി പച്ചപ്പയർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കടായി അടുപ്പത്തോട്ട് വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ഇടിമുളകാണ്. ഉപ്പേരി കറികൾക്കെല്ലാം എനിക്ക് ഇടിമുളക് ചേർക്കുന്നതാണ് ഇഷ്ടം. മുളക് പൊടിയുടെ സ്വാദിനേക്കാളും എനിക്കിഷ്ടം ഇടിമുളകാണ്. ഞാൻ ഒരു 3 ടീസ്പൂൺ ഇടിമുളക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുകയാണ്. തീ ഇപ്പം ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇത് മൊരിയണത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ മുളക് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച പച്ചപ്പയർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു 1/2 കിലോ പച്ചപ്പയർ ഉണ്ടാവും. ഇനി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. പച്ചപ്പയറിനെ അച്ചിങ്ങാപ്പയർ എന്നും കൂടെ പറയാറുണ്ട്. ഇവിടെയൊക്കെ പച്ചപ്പയർ എന്നാണ് പറയാറ്. പച്ചപ്പയർ നുറുക്കണേക്കാളും മുൻപ് ഒരു 10-15 മിനിറ്റ് നേരം ഉപ്പുവെള്ളത്തിലും മഞ്ഞൾപ്പൊടി വെള്ളത്തിലും ഇട്ട് വെച്ച് നന്നായി ക്ലീൻ ചെയ്തിട്ടാണ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തത്. മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കറികളെല്ലാം ഇതുപോലെ ചെയ്യാറുണ്ട് സാധാരണ. സബോളയ്ക്ക് പകരം നമുക്ക് ചെറിയുള്ളി ആയാലും എടുക്കാം. ഞാൻ സബോളയാണ് സാധാരണ ഉപയോഗിക്കാറ്, അതുപോലെ ചെയ്തെന്നുള്ളൂ. എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലിഡ് വെച്ച് മൂടി ചെറിയ ഫ്ലെയിമിട്ട് വെക്കാം. ലിഡ് എടുത്ത് മൂടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് നേരത്തോളം ആയിട്ടുണ്ട്. അപ്പം ഞാൻ ലിഡ് ഒന്ന് തുറന്ന് നോക്കുകയാണ്. വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം പച്ചപ്പയറിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും. ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് നേരം ഹാഫ് കുക്കഡായിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യാം. തീ കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്നത്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കഞ്ഞിയുടെ കൂടെയും നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു മെഴുക്ക് വരട്ടിയാണ്. നമുക്ക് ലിഡ് ഉപയോഗിച്ച് ഒന്നും കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം കൂടെ വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നല്ല വെളിച്ചെണ്ണയുടെയും ഉള്ളിയുടെയും ഒക്കെ മണം ഇങ്ങനെ പരക്കുകയാണ്. നല്ല അടിപൊളി മണം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അടി പിടിക്കേണ്ടതെന്ന് ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കണം. ഇതിൽ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഞാൻ ഡ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിക്കണു. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ മൂടി വെച്ച് വേവിക്കുകയാണ്. ഇതിപ്പോൾ കുക്കഡായിട്ടുണ്ട്. ഒന്നും കൂടെ കുക്കഡായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്നും കൂടെ ഞാൻ ഇളക്കി യോജിപ്പിക്കുകയാണ്. ഫുൾ കുക്കഡായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ, സീ യു.